ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു പിങ്ക് ലെമൺ ജ്യൂസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു പിങ്ക് ലെമൺ ജ്യൂസിന് പിങ്ക് കളർ കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ കറുത്ത മുന്തിരിയാണ്. ഇത് സാധാരണ വൈൻ മുന്തിരി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനൊരു 6 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 6 എണ്ണം എന്ന് പറയുമ്പോൾ ചെറിയൊരു ടേസ്റ്റേ മുന്തിരിയുടെ ആ ഒരു ജ്യൂസിൽ അറിയത്തുള്ളൂ. ഇനി കുറച്ചുകൂടെ മുന്തിരിയുടെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു കറുത്ത മുന്തിരിക്ക് പകരം സീഡ്ലെസ് ആയിട്ടുള്ള കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അതാണെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. അതാണെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ മെനക്കേടൊന്നുമില്ല, ഇങ്ങനെ കുരു ഒന്നും കളഞ്ഞെടുക്കണ്ട, ഡയറക്റ്റ് ഇട്ടങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മുന്തിരിയാണെങ്കിൽ ഇതുപോലെ കുരു ഒന്ന് കളഞ്ഞെടുക്കണം. കുരുവിട്ട് അടിച്ചാലും കുഴപ്പമില്ല, പക്ഷേ കുരുവിൻ്റെ ഒരു പച്ച ടേസ്റ്റ് വരും, അപ്പോൾ കളയുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിതിൻ്റെ കുരു മാത്രമേ കളയാനുള്ളൂ. ഇതിൻ്റെ പൾപ്പും ആവശ്യമുണ്ട്, ഇതിൻ്റെ തൊലിയും ആവശ്യമുണ്ട്. അതാണ് പിങ്ക് കളർ കൊടുക്കുക. എല്ലാത്തിൻ്റെയും കുരു ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കുരു കളഞ്ഞ മുന്തിരി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ്. അതായത് ഏകദേശം ഒരു 3 ടീസ്പൂൺ നാരങ്ങ നീരുണ്ട്. ഇത് 2 ഗ്ലാസ് ജ്യൂസിൻ്റെ അളവാണ് ഈ പറയുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3-4 പുതിനയിലയും അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. മധുരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ഇഞ്ച് വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരിച്ചെടുത്ത സമയത്തിന് കുറച്ചുകൂടെ അത് ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 ഗ്ലാസ്സിലും 1/4 കപ്പ് വീതമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത സോഡ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സോഡ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല, നല്ല തണുത്ത വെള്ളമാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ സോഡ ചേർത്തെന്ന് മാത്രം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലെമൺ സ്ലൈസും ഒരു മുന്തിരിയും കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള അടിപൊളി പിങ്ക് ലെമൺ ജ്യൂസ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇഷ്ടമല്ല എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.